ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഫോണുകളിലൂടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ദുരന്തങ്ങളിൽ മുന്നറിയിപ്പ് നൽകാനുള്ള പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു നടപടി. ഡൽഹിയിൽ മൊബൈൽ ഫോണുകളിൽ SOS സന്ദേശം എത്തി. टेक्स्ट मैसेज गवर्नमेंट ऑफ इंडिया भारत में स्वदेशी तकनीक का उपयोग करते हुए सेल ब्रॉडकास्ट सेवा शुरू की है, जिससे नागरिकों को आपदा की तत्काल सूचना मिल सकेगी। सतर्क नागरिक सुरक्षित राष्ट्र। इस संदेश को प्राप्त करने पर जनता को कोई कार्यवाही करने की आवश्यकता नहीं है। ये एक परीक्षण संदेश है। भारत सरकार। വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ചെന്ന്. വിഷ്ണു, ഏത് നിലയിലാണ് ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സാഹചര്യങ്ങളിൽ ഫോണിലൂടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്? അക്കാര്യത്തിലുള്ള ഒരു മോക്ക് ഡ്രിൽ എന്ന നിലയിലാണോ? രതീഷ്, തീർച്ചയായും. കാരണം രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരുന്ന മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു പുതിയ രീതിയിലേക്ക് രാജ്യത്തെ ഈ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഇപ്പോൾ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഡൽഹി മാത്രമല്ല, ബാംഗ്ലൂർ, മുംബൈ, ചെന്നൈ തുടങ്ങി രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലുമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു അലർട്ട് സന്ദേശം എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ, സുനാമി പോലെയുള്ള, ഭൂമികുലുക്കങ്ങൾ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ പ്രശ്നങ്ങൾ, യുദ്ധം പോലെ അല്ലെങ്കിൽ ആക്രമണം പോലെ, ഗ്യാസ് ലീക്ക് പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ഒന്നിച്ച് മെസ്സേജ് നൽകുന്ന SOS ആയി, ഒരു പോപ്പപ്പ് മെസ്സേജായി, ഒരു സൈറന്റെ ശബ്ദത്തോടു കൂടി നൽകുന്ന ഒരു സംവിധാനമാണ് ഈ സാഷെ എന്ന് പറയുന്നത്. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു CDOT-മായി ചേർന്നുകൊണ്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. സാഷെ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് സംവിധാനങ്ങൾ എവിടെയെങ്കിലും ഭാഗികമായി തകരാറിലാവുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി തകരാറിലാവുകയോ ചെയ്താൽ പോലും എല്ലാ ഫോണുകളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും ഈ അപായ സന്ദേശം എത്തുമെന്നത് തന്നെയാണ് ഈ പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത. ഏതായാലും ഉടൻ തന്നെ രാജ്യത്ത് ഇത് വ്യാപകമായി ഉപയോഗിക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ നടത്തിയ ടെസ്റ്റ്.